Find the HCF and LCM of 26, 65 and 117 using prime factorization. ഇത് 2023 ചോദിച്ച ചോദ്യമാണ് കേട്ടോ. അപ്പോൾ നമ്മളോട് എന്താ കാണാൻ പറഞ്ഞത്? HCFും LCMും. എന്താണ് HCF എന്ന് പറഞ്ഞാൽ? ഹയസ്റ്റ് കോമൺ ഫാക്ടർ. LCM എന്ന് പറഞ്ഞാലോ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. കാണാൻ നല്ല ഈസിയാണ് കേട്ടോ. അപ്പോൾ നമ്മളോട് പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് കാണാൻ പറഞ്ഞത്. പ്രൈം ഫാക്ടറൈസേഷൻ എന്താണ് പ്രൈം നമ്പേഴ്സ്? 2, 3, 5, 7, 11, 13, 17 ഇതൊക്കെ പ്രൈം നമ്പേഴ്സാണ്. പ്രൈം നമ്പേഴ്സിൻ്റെ ക്ലാസ് ഞാൻ എടുത്തിട്ടുണ്ട്, അറിയാത്തവരെ കാണും കേട്ടോ. പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ ആ നമ്പറിന് ഒന്നും ആ നമ്പറും മാത്രമേ ഫാക്ടേഴ്സ് ആയിട്ടുണ്ടാവുള്ളൂ. ഇപ്പം 3ക്ക് 1ഉം 3ഉം മാത്രമേ ഉള്ളൂ. 5ന് 1ഉം 5ഉം മാത്രം. 7ന് 1ഉം 7ഉം മാത്രം. പിന്നെ ഇവിടെ 9നെ കാണാനില്ലല്ലോ. അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഓഡ് നമ്പേഴ്സാണോ? ഓഡ് നമ്പേഴ്സ് അല്ല. എന്താണ്? ഒന്നും അതേ നമ്പർ മാത്രം ഫാക്ടറായിട്ട് വരുന്ന നമ്പേഴ്സാണ് പ്രൈം നമ്പേഴ്സ്. 9 എന്താ അങ്ങനെ ഇല്ലാത്ത? 9 നമുക്ക് 1 × 9 എന്ന് എഴുതാം, 3 × 3 എന്ന് എഴുതാം. അപ്പോൾ 1 ഉണ്ട്, 3 ഉണ്ട്, 9 ഉണ്ട്, 3 ഫാക്ടേഴ്സ് വരുന്നുണ്ട്. ഇതിനാകെ 2 ഫാക്ടേഴ്സ് ഉണ്ടാവുള്ളൂ പ്രൈം നമ്പേഴ്സിന്. ഇത് കോമ്പോസിറ്റ് നമ്പറാണ് 9. ഓക്കെ, അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ ക്ലാസ് എടുത്തിട്ടുണ്ട് കേട്ടോ മുമ്പ്, അപ്പോൾ അത് കാണാം. ഇനി ഈ നമ്പർ വെച്ചിട്ട് നമ്മൾ ഈ 26നെയും 65നെയും 117നെയും ഫാക്ടറൈസ് ചെയ്യും, ഡിവൈഡ് ചെയ്യും. അതെങ്ങനെ ചെയ്യുക? ആദ്യം നമുക്ക് 26ന് ചെയ്യാം, ലാഡർ ഡിവിഷൻ മെത്തേഡിൽ കേട്ടോ. ഫസ്റ്റ് ഈ നമ്പർ എടുക്കറ്റു. എന്താ കാരണം? ഇത് ഈവൻ നമ്പറാണ്, ഇതിന് നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ പ്രൈം നമ്പറിലുള്ള ഏറ്റവും ചെറിയ നമ്പർ ഞാൻ ആദ്യം എടുത്ത് 2. ഇതിന് നേരെ പകുതി എഴുതല്ലേ. ഇതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 13 കിട്ടും. 13 ഒരു പ്രൈം നമ്പറാണ്. അപ്പോൾ ഇനി ഇതിനെ നമുക്ക് വേറെ നമ്പർ കൊണ്ടൊന്നും ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ഇതിനെ നമുക്ക് 13 കൊണ്ട് മാത്രമേ ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിവിടെ നിന്ന് 26 എന്ന് പറഞ്ഞാൽ 2 × 13. ഇനി അടുത്ത നമ്പർ 65 ആണ് ചോദ്യത്തിൽ തന്നത്. ഇതിന് നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇത് ഓഡ് നമ്പറാണ്. ഇതിന് നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? അത് നമുക്ക് കറക്റ്റായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ഇത് നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. കാരണം ലാസ്റ്റ് നമ്പർ 5ആണ്. 5ഓ 0 ആണെങ്കിൽ നമുക്കതിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനെ ഞാൻ 5 എടുത്തിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. 6ൽ എത്ര 5 ഉണ്ട്? 1. 1 × 5 5, ബാക്കി 1. ആ 1 5ന് കൊടുക്കുമ്പോൾ 15. 15ൽ എത്ര 5 ഉണ്ട്? 3. ഇതും നമുക്ക് പ്രൈം നമ്പർ കിട്ടി. ഇതിനെ നമുക്ക് 13 കൊണ്ട് മാത്രം ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് 65നെ എങ്ങനെ എഴുതാം? 5 × 13. ഇനി അടുത്ത നമ്പർ 117 ആണ്. ഇത് ഓഡ് നമ്പറാണ്. അപ്പോൾ ഇതിനെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? നമുക്കൊന്ന് ഇവിടെ ചെയ്ത് നോക്കാം. ഇങ്ങനെ ഹരിച്ച് നോക്കാം. 1ൽ 3 ഇല്ല. 11ൽ എത്ര 3 ഉണ്ട്? 3. 3 × 3 9. 11 - 9 2. 7 ഇറക്കിയിട്ട് 27ൽ എത്ര 3 ഉണ്ട്? 9. 9 × 3 27. കറക്റ്റായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ 3 എടുത്ത് 11ൽ 3. അത് നമുക്ക് നേരെ ഈ 39 എഴുതിയാൽ മതി. ഓക്കെ, ഇനി 39നെ വീണ്ടും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 3ൽ ഒരു 3 ഉണ്ട്, 9ൽ 3 ഉണ്ട്. 13 കിട്ടി. 13നെ നമുക്ക് 13 കൊണ്ട് മാത്രം ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ 117 നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 3 × 3 × 13. അതായത് ഈ ഫാക്ടേഴ്സ് ഒക്കെ നമ്മൾ ഇവിടെ ഇങ്ങനെ എഴുതി. ഇനി ഇത് 3 × 3 × 13 അല്ലേ. ഇതിനെ നമുക്ക് ഒന്നുകൂടി മാറ്റിയിട്ട് എഴുതാം. 3² × 13. അപ്പോൾ നമ്മൾ ഇതിൻ്റെയൊക്കെ ഫാക്ടേഴ്സ് പ്രൈം ഫാക്ടേഴ്സ് ആക്കി മാറ്റിയിട്ട് ഈ നമ്പറിനൊക്കെ. ഇനി നമുക്ക് HCFും LCMും കാണാം. ഫസ്റ്റ് HCF കാണാം. HCF ഓഫ് 26,
65 ആൻഡ് 117. ഇതെങ്ങനെ കാണുക? ഈ 3 നമ്പേഴ്സില്ലേ, ഈ 3 നമ്പർ ഇതിനൊക്കെ നമ്മൾ ഫാക്ടറാക്കി എഴുതിയല്ലോ. ഇതിൽ വരുന്ന കോമൺ ആയിട്ട് വരുന്ന, ഈ 3ലും കോമൺ ആയിട്ട് വരുന്ന നമ്പറിനെ നമ്മളിവിടെ എടുത്തെഴുതുക. ഇതിൽ 2 ഉണ്ട്, ഇതിൽ 2 ഇല്ല, ഇതിലും 2 ഇല്ല, അപ്പോൾ 2ന് എഴുതാൻ പറ്റില്ല. ഇതിൽ 13 ഉണ്ട്, ഇതിൽ 13 ഉണ്ട്, ഇതിൽ 13 ഉണ്ട്, അപ്പോൾ 13 കോമൺ ആയിട്ടുണ്ട്, അതിനെഴുതി. ഇതിൽ 5 ഉണ്ട്, ഇതിൽ 5 ഇല്ല, ഇത് ഒന്നിലില്ലാഞ്ഞാൽ തന്നെ പിന്നെ അടുത്തത് നോക്കണ്ട. പിന്നെ ഇതിൽ 3 ഉണ്ട്, ഇതിലൊന്നും 3 ഇല്ല, അപ്പോൾ അതിനൊന്നും എഴുതാൻ പറ്റില്ല, 13 മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ HCF എന്താ? 13. ഇനി LCM എങ്ങനെ കാണുക? LCM കാണാൻ ഇതിലും 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 വന്ന എല്ലാ ഫാക്ടേഴ്സിനെയും നമ്മൾ ഓരോ പ്രാവശ്യം എടുത്തെഴുതുക. 2, 5, 3 പിന്നെ 13. അപ്പോൾ ഒരു ഓർഡറിൽ എഴുതുക. 2, 3, 5, 13. ഇതിൻ്റെയൊക്കെ പ്രൊഡക്റ്റാട്ടോ കാണേണ്ടത്. 2, 3, 5, 13. ഇത്ര മാത്രം എഴുതിയാൽ പോരാ. പിന്നെ എന്ത് ചെയ്യണം? ഇതിലിങ്ങനെ നമ്മൾ എഴുതിയല്ലോ ഓരോ നമ്പർ. ഈ നമ്പറിൽ ഹയസ്റ്റ് എക്സ്പോണൻ്റ് ഏതാ നോക്കുക. ഇവിടെ ഒന്നും എക്സ്പോണൻസ് ഇല്ല എന്ന് പറഞ്ഞാൽ ഇവിടെയൊക്കെ 1 ആണ്. ഇവിടെയൊക്കെ 1 ആണ്. ഇവിടെ 2 ഉണ്ട്, 1. അപ്പോൾ 13ൽ ഹയസ്റ്റ് ഏതാ? 1 ആണ്. അപ്പോൾ നമുക്ക് അതൊന്നും നോക്കാനില്ല, 1 തന്നെ. ഇനി 5 അതും 1 ആണ്. ഇനി 3ൽ നോക്കുക. 3ൽ 2 ആണ്. ആകെ 2 തന്നെ ഉള്ളൂ. ചില സമയത്ത് ഇപ്പോൾ ഇവിടെ ഒരു 3 ക്യൂബ് ഉണ്ടെങ്കിൽ നമ്മൾ അത് എടുക്കുക, ഈ 3 സ്ക്വയർ എടുക്കാൻ പാടില്ല. ഇനി 2 നോക്കുക. 2ഉം 1 തന്നെ ഉള്ളൂ. ഇപ്പോൾ 2 raised to 1 എന്ന് പറഞ്ഞാൽ 2 തന്നെ. 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3 × 3 9 ഇൻറ്റു 5 raised to 1 എന്ന് പറഞ്ഞാൽ 5 തന്നെ. 13 raised to 1 എന്ന് പറഞ്ഞാൽ 13 ഈക്വൽ ടു 2 × 9 × 5 45 ഇൻറ്റു 13 ഈക്വൽ ടു 2 × 45 90 ഇൻറ്റു 13 ഈക്വൽ ടു 13 × 9 എന്ന് പറഞ്ഞാൽ 117 0. ഈ 0 ചേർത്തെടുത്ത്. അപ്പോൾ LCM എന്ന് പറഞ്ഞാൽ 1170 ആണ്. അപ്പോൾ ഞാൻ നേരെ ഇങ്ങനെ ലാഡർ ഡിവിഷൻ വെച്ചിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടാണ് ചെയ്തത്. ഇതല്ലാതെ ഞാൻ വേറെ രീതിയിലും ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ ക്ലാസ് നിങ്ങൾ കണ്ടു നോക്കുക. എന്നിട്ട് അതാണോ ഇതാണോ ഈസി ഏതാണെന്ന് വെച്ചാൽ എങ്ങനെ ചെയ്താലും മതി.